ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു കേക്ക് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് ഡെക്കറേഷൻസ് ഐഡിയാസൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കേക്ക് വന്നിട്ടുള്ളത് ഒരു 1 kg വന്നിട്ടുള്ള കേക്കാണ് കേട്ടോ. ബ്ലൂ കളറിലുള്ള ക്രീം വെച്ചിട്ട് കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ടോപ്പിൽ ഇപ്പോൾ പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ശേഷം പിന്നെ കേക്കിൻ്റെ ടോപ്പിൽ റോസറ്റ് ആൻഡ് റോസിൽ വെച്ചിട്ടുള്ള ബോർഡറാണ് കേട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് കേട്ടോ. അടുത്തത് 2 kg വന്നിട്ടുള്ളൊരു ടൂട്ടാർ കേക്കാണ് കേട്ടോ. അപ്പോൾ 2 kg വന്നുകൊണ്ട് തന്നെ താഴത്തെ ടയർ 8 ഇഞ്ചിലും മുകളിലെ ടയർ 5 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 കേക്കും ഇവിടെ വൈറ്റ് ക്രീമിൽ ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം പിന്നെ കേക്കിൽ പിങ്കിൻ്റെ 2 ഷെയ്ഡ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഡാർക്കും ഒരു ലൈറ്റും. എന്നിട്ട് പിന്നെ കേക്കിൽ മൊത്തത്തിൽ ഇതുപോലെ നൈഫ് ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. കേക്ക് നല്ലോണം സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റാക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. ഇനിയിപ്പോൾ കേക്കിൻ്റെ ടോപ്പിൽ ഞാൻ ഫോട്ടോ പ്രിൻ്റാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മുകളിൽ കേക്കിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഷുഗർ ഷീറ്റിലാണ് കേട്ടോ ഈ ഒരു പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കേക്കിൽ ഒരു 2-3 ആർട്ടിഫിഷ്യൽ ഫ്ലവർ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അടുത്തത് 2 kg വന്നിട്ടുള്ളൊരു സ്ക്വയർ കേക്കാണ് കേട്ടോ. അപ്പോൾ കേക്ക് ആദ്യം ഞാൻ വൈറ്റ് ക്രീമിലൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുത്തു. എന്നിട്ട് പിന്നെ ടോപ്പിൽ കുറച്ച് പിങ്ക് കളറുള്ള ക്രീം ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്നിങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോർഡറായിട്ട് റോസറ്റ ഫ്ലവേഴ്സും പിന്നെ ഷെൽ നോസിലുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അടുത്തത് 1 kg വന്നിട്ടുള്ളൊരു റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ക്രീം ചീസിലാണ് ക്രം കോട്ട് ഒരു ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം പിന്നെ വിപ്പിംഗ് ക്രീമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് ക്രീമിൽ ഫൈനൽ കോട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം പിന്നെ ടോപ്പിൽ റെഡ് കളറിലുള്ള ഡ്രിപ്പാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ അതുപോലെ റാഫെല്ലോ ബോളും വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ടോപ്പിൽ കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.